ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് റവ ഉപ്മാവ് ഉണ്ടാക്കിയാലോ? അത് നോക്കൂ, ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് ഒഴിച്ചു കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയാണ്. തുണികൾ കൊണ്ടുപോയി കുറച്ച് വെയിലുണ്ടാവുക, അപ്പോൾ തുണികൾ കൊണ്ടുപോയിടുക, പിന്നെ മഴ പെയ്യുക, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരിക. അങ്ങനെ പണിയായിരുന്നു കേട്ടോ. സദാ സമയം കൊണ്ടുപോയിടുക, എടുത്തുകൊണ്ടുവരിക, അങ്ങനെയുള്ള പണികളായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കടുക് ഇതാ അതിലേക്കിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് അതാ അതിലേക്ക് ഇട്ടു കേട്ടോ. ഇപ്പം എന്താണെന്നറിയോ, എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ 4 മണിക്ക് ഒരു എന്തെങ്കിലും ഒരു ചായയുടെ കടി വേണം. അപ്പോൾ അതാ കടുക് പൊട്ടിച്ചു, ഇതാ മുളകിട്ടു, ഇതാ സബോള കീറിയിട്ടു, വേപ്പിൻ്റെ ഇല ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി അത് നന്നായി വഴറ്റിയിട്ടൊരു ഇത് വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. കണ്ട, നന്നായി വഴറ്റുക. കണ്ടില്ലേ, നന്നായി വഴറ്റുകയാണ് കേട്ടോ. ഇനിയൊരു 3/4 ഭാഗം മൂപ്പെത്തുമ്പോൾ ആ സബോളയൊക്കെ ഒന്നിങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് കടിക്കണം. അപ്പോഴാണ് ആ സബോളയുടെ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അതാ ഉപ്പിട്ടു. ഇനി അതാ കുറച്ച് നേരം കൂടി ഇളക്കുക കേട്ടോ. ഉപ്പ് അതിലേക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നവരെ ഇളക്കി ഇതാ വെള്ളം ഒഴിച്ചു കേട്ടോ. അതാ കുറച്ചൊരു പാകത്തിന് നമുക്കൊരു ഏകദേശം നമുക്കൊരു പാകം തോന്നും, അതിനനുസരിച്ച് ഇടുക, വെള്ളം ഒഴിക്കുക. ഇതാ മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ റവ അതാ വെള്ളം തിളച്ചു. ഇതാ റവ ഇടുകയാണ്. കണ്ടില്ലേ, നമ്മൾ എത്ര റവ ഉപ്മാവ് ഉണ്ടാക്കൽ കഴിഞ്ഞ്. നമ്മുടെ റവ ഉപ്മാവ് ഇപ്പം അതാ റെഡിയായി. കണ്ടില്ലേ, റവ ഉപ്മാവ് അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ, റവ ഉപ്മാവ് ഇതാ റെഡിയാവാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വെള്ളം അങ്ങോട്ട് വറ്റിയതിലേക്ക് ഇതായി ചേർന്നടാ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ റവ ഉപ്മാവായി. ഇതാ ഉപ്മാവ് റെഡി.